ഹലോ ഗൈസ്, സോ നമ്മളിന്ന് വന്നേക്കുന്നത് ചെറിയൊരു ആംപ്ലിഫയർ അൺബോക്സിംഗ് ഒക്കെ ആയിട്ടാണ്. സോ ഇതിൻ്റെ പ്രൈസ് 500 രൂപ അതിൻ്റെ ഉള്ളിലാണ്, അതിൻ്റെ താഴെയാണ്. സോ ഡുവൽ ചാനലാണ്. അത് 2 സ്പീക്കർ 20 വാട്ട് വെച്ചിട്ട് 2 സ്പീക്കർ കണക്ട് ചെയ്യാം. 4 ohms ആണ് ഓംസ്. ഓക്കെ, പക്ഷേ ഓംസ് മെൻഷൻഡ് അല്ല. പക്ഷേ മോസ്റ്റ്ലി ഈ പ്രൈസ് റേഞ്ച് വരുന്നതിനൊക്കെ 4 ohms ആയിരിക്കും, എന്നാലും അതിൽ കൂടുതലില്ല. സോ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കാണാം. ഓക്കെ, സോ ഗൈസ്, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയും ചെറിയ ബോക്സ് ഉണ്ടപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് ഞെട്ടിപ്പോയി. പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് തുറന്നു. സോ ഇതാണ് ഗൈസ് നമ്മുടെ റിമോട്ട്, നമ്മുടെ സാധനമൊക്കെ ഇരിക്കും. എനിക്ക് ഈ റിമോട്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കുഞ്ഞതാണ്, ഭയങ്കര കളറൊക്കെ ആയിട്ട് നല്ല സുഖം, നല്ല കയ്യിൽ പിടിക്കാൻ നല്ലതായിരുന്നു. നല്ലൊരു ഫീലിംഗ് കിട്ടി. കുറച്ച് നേരം എന്തെങ്കിലും നോക്കിയിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ സാധനം എന്താ, ഇതിൻ്റെ കണക്ഷൻസ്, പിന്നെ നമ്മുടെ ആംപ്ലിഫയർ. നമുക്കിതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവലോ അല്ലെങ്കിൽ വാറണ്ടി കാർഡോ ഒന്നും ഇല്ലാണ്ട്, കാരണം വഴി ഇത്രയും പ്രൈസ് കുറഞ്ഞതായതുകൊണ്ട് അതിന് യൂസർ മാനുവലിൻ്റെ ആവശ്യമില്ല, കാരണം അത്രയും വാട്ട് കുറഞ്ഞതാണ്. പിന്നെ അത് വാറണ്ടി കാർഡിൻ്റെ കാര്യം വെച്ചാൽ നമ്മൾ എത്രത്തോളം നന്നായിട്ട് യൂസ് ചെയ്യുന്നു അത്രത്തോളം അതിൻ്റെ ലൈഫ് സ്പാൻ കുറയും. നമ്മൾ എത്രത്തോളം മോഡറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് അതിൻ്റെ ലൈഫ് കൂടും. അപ്പം അതുകൊണ്ടാണ് ഇതിനകത്ത് പല സാധനങ്ങളും ഉൾപ്പെടുത്താതിരുന്നത്. സോ ഒരു സിൽവർ ഫിനിഷാണ്, അതായത് നല്ല ഗ്ലോസിയൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഫസ്റ്റ് ലൈറ്റൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു തിളക്കം, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എൻ്റെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ നെക്സ്റ്റ് ദിവസം ഇടാം. സോ ഇതിപ്പോൾ ഇന്ന് അൺബോക്സിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാ നമ്മുടെ സാധനം, 2 വയറുകൾ. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നി ഭയങ്കര വയറ് കുറച്ച് നീളം കുറവാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുക്കാൻ വേറെ വയറുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അതിൻ്റെ അടി ഭാഗം ചെറിയൊരു ബോർഡാണ്. സോ നിങ്ങൾ കറക്റ്റ് ഓംസും വാട്സൊക്കെ മാച്ച് ചെയ്ത് തന്നെ 2 സ്പീക്കറുകൾ കണക്ട് ചെയ്യുക. അത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക, പറ്റുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതേപോലത്തെ ഫ്യൂച്ചർ കണ്ടൻറ്റിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും ഉത്തമമായിരിക്കും. എന്തായാലും പൈസ കൊടുത്തതിനുള്ള ചെറിയൊരു ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. ഓവറായിട്ട് ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ ഓഫാക്കി വെക്കാനൊക്കെ നോക്കുക. മാക്സിമം വോളിയം ബാലൻസ് ചെയ്ത് നമുക്ക് കേൾക്കാൻ പാകത്തിന് ഓവർ വോളിയം അല്ലാണ്ട് ഒക്കെ വെക്കുക. അപ്പം അൺബോക്സിങ് ഇത്രയേ ഉള്ളൂ.